എത്രയാ? അതായത് ഗിവ് അവേയിൽ മൊത്തം വന്ന കമന്റ്സ് എത്രയോ? 13 മില്യൺ കമന്റ്സ് വന്നത്. അതിൽ 15,000 ആൾക്കാർ ഇപ്പൊ ലൈവ് കാണുന്നത്. ഇതിപ്പോ ലൈവ് തുടങ്ങിയിട്ടുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ ആള് കൂടും. അപ്പൊ ഇതാക്കാം, ആള് കൂടുമ്പോ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ അല്ലടാ, ഈ 13 മില്യൺ കമന്റ്സിൽ ഈ 15,000 ഓട്സ് എത്രയാ? 13 മില്യണില് 15 ഓട്സ് എത്രയാ? അതിന്റെ റേഷ്യോ എത്രയാ? 15. എത്രയിൽ എത്രയൊക്കെ കിട്ടാൻ? അല്ല 1 ലക്ഷത്തിൽ ഒരാൾക്ക് കിട്ടും അല്ലെ? 18 അതിന്റെ 3 ഐഫോൺ എന്ന് പറയുമ്പോ ഇതിന്റെ ഓട്സ് എങ്ങനെ കാൽക്കുലേറ്റ് എടാ 13 മില്യണില് 15,000 ആൾക്കാർ ഇപ്പം വാച്ച് ലൈവ്. ഇപ്പൊ കുറച്ച് 25,000 വെച്ച് കൂട്ട്. നമ്മളെ വാച്ചിങ് ഒരു നോർമൽ ഒരു 20,000 വെച്ച് കൂട്ടും. ഓക്കെ 13 മില്യണില് നമ്മളെ ലൈവില് വാച്ചിങ്ങില് 20,000 എത്രയാണ് ഓട്സ്? ശതമാനം വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് ഇത് 2%. രണ്ടാ? അതെങ്ങനെ 2 എന്ത്? ഇത് എടാ നമ്മളെ ഇപ്പൊ കാണുന്ന വ്യൂവേഴ്സിന് കിട്ടാനുള്ള ചാൻസസ് എത്രയാണ്? അത് വളരെ കുറവായിരിക്കും. 0.1 ആയിരിക്കും നമുക്ക് തോന്നുന്നു. അത് ശതമാനത്തിലല്ല പറയാ, അതിങ്ങനെ 1:100 അങ്ങനെ. അതായത് 100-ൽ ഒരാൾക്ക് കിട്ടും, അല്ലെങ്കിൽ 1000-ൽ ഒരാൾക്ക് കിട്ടും, അങ്ങനെ. 13% പോടാ, ഒരു കൂട്ടം മൊണ്ണകളെ അവിടെ തീറ്റി പോറ്റുന്നത് ഞാൻ വിട്ടത്. GST ഉണ്ടായിട്ടില്ലേ? 18%. GST ഇതില് റേഷ്യോ കണക്കാക്കുമ്പോ അതും കൂടി കൂട്ടണ്ടേ? ഇവൻ CA എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടേ, ഒന്ന് ഓർത്തോ. ഇതെല്ലാം കേട്ടെ, ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചോ ഗൈസ്. കാര്യം പറയാലോ, എനിക്ക് കിട്ടിയാൽ എനിക്ക് സന്തോഷം എന്ന് പറയുന്നുണ്ട്. കൊറേ ആള് കിട്ടാൻ വേണ്ടി വേറെ ആരെല്ലാം ഓഡിയോ അയക്കുന്നുണ്ട്. ഗഫൂർ ഖാന്റെ ഓഡിയോ കേട്ടെ. ഗഫൂർ ഖാൻ പേര് നിഹാലെ ബഷീർക്കാണ്. ഞാൻ ഗിവ് അവേയിൽ പങ്കെടുത്തിട്ടുണ്ടാ. എന്റെ തന്നെ പ്രൈസ് എടുത്തിട്ട് ബഷീർക്ക് ID മറക്കല്ലേ. ഒരു ഐഫോൺ വേണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹിക്കണേ. ഗിവ് അവേയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ ID ബഷീർക്ക് എനിക്ക് എന്നെ ഒരെണ്ണം എടുക്ക്. പാവണ ആ കാര്യം പറഞ്ഞു. ബഷീർ ഖാൻ കിട്ടട്ടെ, പാവം ബഷീർ ഖാൻ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൊറേ അല്ല ഇനി ബഷീർ ഖാൻ കിട്ടിയാൽ ഞാൻ ബഷീർ ഖാൻ കിട്ടിയാലും ഞാൻ കൊടുക്കൂല. ബഷീർ ഖാൻ കിട്ടിയാലും ഞാൻ കൊടുക്കൂല. 13.3 M and 3. അതാ ഞാൻ പറഞ്ഞേ. അങ്ങനെയാ അത് ഡിവൈഡ്. അത് ഡിവൈഡ് ചെയ്യലാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പൊ 5 മില്യണിൽ ഒരാൾ അല്ല 4 മില്യണിൽ ഒരാൾക്ക് കിട്ടും. 4.5 മില്യണിൽ ഒരാൾക്ക് കിട്ടും. അതായത് 45 ലക്ഷത്തില് ഒരാളാ. അങ്ങനെ അല്ലടാ, ഒരാൾ തന്നെ 1000-2000 കമന്റിൽ ഇടുന്നുണ്ട്. അപ്പൊ അങ്ങനെയല്ല, അപ്പൊ അത്രയും ആളില്ല. ഒരാൾക്ക് അത്ര ഇടാൻ പറ്റൂല. എന്തേലും ആട്ടെ. അപ്പൊ ആദ്യത്തെ ആദ്യം എല്ലാം 3 ഒരുമിച്ച് നമുക്ക് ചെയ്യണ്ടല്ലോ. ആദ്യം 17ന്റെ iPhone 17ന്റെ വിന്നറിനെ സെലക്ട് ചെയ്യാം. രണ്ടാമത് 17 പ്രോന്റെ സെലക്ട് ചെയ്യാം. പിന്നെ 17 Pro Maxന്റെ സെലക്ട് ചെയ്യാം. അങ്ങനല്ലേ? അല്ല ഏറ്റവും നല്ല സാധനം ലാസ്റ്റ്. അങ്ങനല്ല, സമയം നോക്കാല്ല. ആദ്യം നമുക്ക് 17ന്റെ ആക്കാം. 17 നമുക്ക് വിന്നറിനെ നമുക്ക് സെലക്ട് ചെയ്യാം ആദ്യം. ഓക്കെ കിട്ടുന്ന ആളെ ലോട്ടറി തന്നെ ക്രിക്കറ്റ് മാനിയക്സ് ബാംഗ്ലൂർ റെയ്ഡ് കിട്ടുമോ? ക്രിക്കറ്റ് മാനിയക്സോ? ക്രിക്കറ്റ് മാനിയാക്സ് ബാംഗ്ലൂർ റെയ്ഡ്. ഞാൻ വാട്സാപ്പിൽ എന്താ പറയുന്നത്? ഞാൻ ബാംഗ്ലൂർ ഡാൻസ് പൊളിയായിരുന്നു, എല്ലാരും ഒന്നുകൂടെ കളിക്കോ. എടാ ഇപ്പൊ കളിച്ചില്ലേ? ഇതെന്താ എപ്പോഴും കളിപ്പിക്കുന്നത്? എപ്പോ കളിച്ചായിട്ട് ഇത് പോവും, എപ്പം കളിക്കൂല. സർക്കസ് ശരിക്കും നമ്മളൊരു സർക്കസ് കോമാളികളാക്കിയ ഞങ്ങള്. ഞാൻ വാട്സാപ്പിലൊന്ന് ഓഫ്ലോഡ് ചെയ്ത് നോക്കട്ടെ. ചെറുതായാലും മതി. 17 കിട്ടിയാൽ എടാ എന്ത് കിട്ടിയാലും ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ അപ്പൊ ഗൈസ് ലെറ്റ്സ് സെലക്ട്. ചെറുത് 17 അല്ലേ? ചെറുത് എന്ന് പറഞ്ഞ മോനെ 17 എത്ര വില ഉണ്ടാകും? അത്ര ചെറുതൊന്നല്ല മോനെ. കാര്യം പറയാലോ, സാധാരണ ഒരാള് നോർമലി ഗിവ് അവേ ചെയ്യുന്ന സാധനം ഒരു 17. മനസ്സിലാ? ഇത് നമ്മളെ 3 എണ്ണത്തില് ബ്രോ എനിക്ക് കിട്ടിയ പുതിയൊരു സ്റ്റാർട്ടപ്പ് ആയിരിക്കും എനിക്ക്. എങ്ങനെ സ്റ്റാർട്ടപ്പ്? മൊബൈൽ വെച്ചോ ബിസിനസ്? സ്ക്രീൻ മിറർ ചെയ്തു.
എന്തായാലും പന്ത് പറയാണ്ടൊക്കെ അവസാനമായിട്ട് നീ പറയാണ്ട് പറഞ്ഞു ചേട്ട് വിസ്മയം കൂട്ടി നമുക്ക് സെലക്ട് ചെയ്യാം. പങ്കെടുക്കാൻ പറ്റില്ല. ഇത് ഏതിലാണ്? ഇതെന്താ റാഫിക്കല്ല ഈ പരിപാടി തുടങ്ങിയ? എനിക്കറിയില്ല. ഇതിലാണ് എല്ലാരും ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. ജോജി തമ്പി മറ്റേ മെയിൻ ആയിട്ടുള്ള ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന എല്ലാവരും ഇതാ ഉപയോഗിക്കുന്നത്.